So good morning once more to all of you and welcome to this class. Okay, the class for microeconomic analysis. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രോങ് ഓർഡറിങ് അല്ലേ, സ്ട്രോങ് ഓർഡറിങ്, വീക്ക് ഓർഡറിങ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം സ്ട്രോങ് ഓർഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിയേക്കാളും സിയേക്കാളും എ പ്രിഫർ ചെയ്യുന്നു. നമ്മളൊരിക്കലും എയും ബിയുമായിട്ട് ഇൻഡിഫറൻസ് ഇല്ല. ഇതാണ് നമ്മൾ സ്ട്രോങ് ഓർഡറിങ് എന്നുള്ള ഐഡിയ നമ്മൾ ഉദ്ദേശിച്ചത്. ആ സ്ട്രോങ് ഓർഡറിങ് വെച്ചുള്ള ഒരു തിയറിയാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. കൺസ്യൂമർ ഡിമാൻഡ് തിയറിയാണ്. കൺസ്യൂമർ എങ്ങനെ അവരുടെ പ്രിഫറൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അത് സ്ട്രോങ് ഓർഡറിങ്ങിലായിരിക്കും. അതുപോലെ തന്നെ ഒരു ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ചിലായിരിക്കും ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ചാണ് ഇവർ അഡോപ്റ്റ് ചെയ്തത് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ച്? ഓക്കെ, സോറി കേട്ടോ, ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ച്. അപ്പോൾ അപ്രോച്ച് ഞാൻ എടുത്തിട്ട് അപ്രോച്ചിന് എഴുതിക്കട്ടെ, അപ്രോച്ച്. ഓക്കെ, അപ്പം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൺസ്യൂമർ ഡിമാൻഡ് തിയറിയിൽ 3 തിയറി നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് യൂട്ടിലിറ്റി തിയറി. എന്താണ് യൂട്ടിലിറ്റി? നമ്മൾ പഠിച്ചല്ലോ, യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി തിയറി, അല്ലെങ്കിൽ കാർഡിനൽ അപ്രോച്ച്. രണ്ടാമത്തെ ഓർഡിനൽ അപ്രോച്ചിലെ ഒന്നാമത്തെ തിയറിയായ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് നമ്മൾ പഠിച്ചു. മൂന്നാമത് നമുക്ക് റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 തിയറികളാണ് നമ്മൾ പഠിക്കേണ്ടത്. മൂന്നാമത്തെ തിയറിയാണ് നമ്മളിപ്പം ജസ്റ്റ് നോക്കാൻ പോകുന്നത്. ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിലീറ്റ് ചെയ്തോട്ടെ. ഡിലീറ്റ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഡിലീറ്റ് ചെയ്യാൻ പാടുമാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്യുന്നു തോന്നുന്നു. സോ വി ആർ സ്റ്റാർട്ടിങ്. വാട്ട് ഈസ് ദിസ് റിവീൽഡ് പ്രിഫറൻസ് തിയറി? എല്ലാം പോയില്ല, പോട്ടെ. What is this revealed preference theory and what are the main features of this theory? Okay, including some diagrams, which are helpful to understand the revealed preference theory. So coming to the beginning part of the theory, Professor Samuelson, Paul A. Samuelson, okay, അദ്ദേഹമാണ് ഈ റിവീൽഡ് പ്രിഫറൻസ് തിയറി അഡ്വക്കേറ്റ് ചെയ്തത്. ആൻഡ് ഹി അഡ്വക്കേറ്റ് or designed this റിവീൽഡ് പ്രിഫറൻസ് തിയറി ആസ് ആൻ ഓൾട്ടർനേറ്റീവ് അപ്രോച്ച്. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ബദൽ അല്ലെങ്കിൽ പകരം to the theory of consumer behavior known as RPT or revealed preference theory. So it is an alternative version of the utility approach and the indifference curve approach. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ നമ്മുടെ യൂട്ടിലിറ്റി അപ്രോച്ച് നമ്മൾ പഠിച്ചു, ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് നമുക്ക് പഠിച്ചു. അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ്, അല്ലെങ്കിൽ പകരമായിട്ടാണ്, അല്ലെങ്കിൽ റിഫൈൻഡ് വേർഷൻ അല്ലെങ്കിൽ മോഡേൺ വേർഷനായിട്ടാണ് ഈ റിവീൽഡ് പ്രിഫറൻസ് തിയറിയെ സാമുവൽസൺ അവതരിപ്പിച്ചത്. സാമുവൽസൺസ് അപ്രോച്ച് ഈസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓവർ ദി ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്. So we are seeing that Samuelson's approach, it is an improvement എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ നമുക്ക് പറയാം, ഒരു ബെറ്റർ വേർഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് ഓർ ബെറ്റർ വേർഷൻ ഓഫ് all the previous consumer demand theories or consumer behavior theories. Now the RPT explains consumer behavior on the basis of actual consumer behavior. അപ്പം യഥാർത്ഥത്തിൽ കൺസ്യൂമറുടെ ഒരു എന്താണ് കൺസ്യൂമറുടെ ബിഹേവിയർ എന്താണ് കൺസ്യൂമറുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, അതിനെ ആക്ച്വൽ കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ബേസിലാണ് ഇവർ ഈ തിയറി പ്രസൻറ്റ് ചെയ്യുന്നത് ഇൻ ദി മാർക്കറ്റ് റാദർ ദാൻ സൈക്കോളജിക്കൽ അപ്രോച്ച് ഫോളോഡ് ബൈ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഇതിനു മുമ്പുള്ള 2 പേരും അഡോപ്റ്റ് ചെയ്ത്. ഇവർ ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവരെയും നമുക്ക് മറ്റു 2 തിയറിന് എന്ത് വ്യത്യാസമാണ്? ഈ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, യൂട്ടിലിറ്റി ഉണ്ട്, ഇൻഡിഫറൻസ് പ്രിഫറൻസ് ഉണ്ട്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ആ രീതിയിലാണ് ഈ സൈക്കോളജിക്കൽ അപ്രോച്ച്. ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്തായാലും ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബിഹേവിയറൽ അപ്രോച്ച് എന്താണെന്ന് നമ്മൾ കാണും. ഹെൻസ് ഇറ്റ് ഈസ് എ ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ച് ടു കൺസ്യൂമർ ഡിമാൻഡ്. സോ കൺസ്യൂമർ ഡിമാൻഡ് തിയറിയിലെ ഒരു ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ച് നമുക്ക് തിയറി വിളിക്കേണ്ടി വരും. ദ തിയറി ഈസ് ബേസ്ഡ് ഓൺ ഓർഡിനൽ യൂട്ടിലിറ്റി. അത് നമുക്കൊരു തിയറിക്ക് ഉണ്ടെങ്കിൽ അതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ അതിൽ ഓർഡിനൽ യൂട്ടിലിറ്റി, ദാറ്റ് മീൻസ് യൂട്ടിലിറ്റി ക്യാൻ ബി റാങ്ക്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ 2, 1, 2, 3, etc. So not in terms of preference, rather in terms of preference. That means A is preferred to be like that. So actually 1, 2, 3, etc. are in the case of utility theory, where you are saying that from the consumption of first commodity you get one utility, or then from the second utility you are getting 2 utility, 3 utility, like that. Actually it is coming down 3, 2, 1, etc. In the case of marginal utility analysis, which says that the utility approach says that marginal utility is decreasing. So utility can be measured in terms of utils. So that is the approach of cardinal analysis. ആരാണ്?
കാർഡിനൽസ് എന്ന് പറഞ്ഞാൽ ആരാ? യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആരുടെ? മാർഷലിൻ്റെ ഒക്കെ. സോ അതിനേക്കാൾ ഉപരി ഓർഡിനൽ അപ്രോച്ച്, എ ഈസ് പ്രിഫർ ടു ബി, ബി ഈസ് പ്രിഫർ ടു സി, സോ ദ കൺസ്യൂമർ ഈസ് പ്രിഫറിങ് എ കമ്പയർ ടു സി, ലൈക്ക് ദാറ്റ് യു ആർ എക്സ്പ്രസിങ് യുവർ preferences, okay, ranking them, and you cannot measure utility in terms of units as proposed by Marshall and other groups, so there is ordinary utility as in the case of indifference curve approach. അപ്പോൾ indifference curve approach ഈ ordinary utility approach ആണ് നമ്മളോട് പ്രപ്പോസ് ചെയ്തത്. then following are the main features of the revealed preference theory. നമ്മൾ കാണുമോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒരു സെക്കൻഡ്. അപ്പോൾ ഈ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കാണും. ഓക്കെ, അപ്പം എന്തൊക്കെ ഫീച്ചേഴ്സ് കാണാം? നമുക്ക് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഫീച്ചേഴ്സാണ് ഓരോന്നായിട്ട് നമുക്ക് എക്സാമിന് എഴുതേണ്ടി. ഒന്ന്, ദ തിയറി യൂസസ് ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ച് ഇൻ ഡിസ്ക്രൈബിങ് കൺസ്യൂമർ ബിഹേവിയർ. ഓക്കെ, കൺസ്യൂമറിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ട്രെൻഡ് അല്ലെങ്കിൽ അപ്രോച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ചാണ് ഇവർ അഡോപ്റ്റ് ചെയ്തത്. The theory adopts the ordinal approach. I already told you, we have discussed it. We have seen that behavioral approach means you can express preferences, so ordinal approach as in the case of indifference curve approach. Now the theory adopts strong ordering. This is very important, and this is the area where the RPT, that means revealed preference theory, deviates from the indifference curve approach. അപ്പോൾ ഇവിടെയാണ് സ്ട്രോങ് ഓർഡറിങ്. ദി ഇൻഡിഫറൻസ് curve approach adopts weak ordering, okay, whereas the RPT adopts strong ordering. So this is the point where the RPT differs from the indifference curve approach. അപ്പോൾ ഓക്കെ, ബാക്കി പല കാര്യങ്ങളിലും എന്താണ് ഓർഡിനൽ അപ്രോച്ച് സ്വീകരിച്ചു എന്നുള്ള ഇൻഡിഫറൻസ് കർവായിട്ട് സാമ്യമാണ്. പക്ഷേ ഇവരെന്ത്, ഈ സ്ട്രോങ് ഓർഡറിങ്, വീക്ക് ഓർഡറിങ് സ്ട്രോങ് ഓർഡറിങ് നമ്മളെ വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമ്മൾ തൽക്കാലം അത് എലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സിൻസ് വി ആർ ഡിസ്കസ്ഡ് ഇറ്റ് during the last class. Compared to the weak ordering followed by the indifference curve. Okay, ശ്രദ്ധിക്കുക, മൂന്നാമത്തെ പോയിന്റ്, the theory adopts strong ordering compared to the weak ordering followed by the indifference school. Okay, now RPT says that there is only preference and no indifference. Okay, there is only preference. Okay, there is no indifference. അല്ലേ, ഇൻഡിഫറൻസ് ഇല്ല, നോ ഇൻഡിഫറൻസ്. അപ്പോൾ പ്രിഫറൻസ് മാത്രമേ ഉള്ളൂ, എന്തില്ല, ഇൻഡിഫറൻസ് ഇല്ല. സോ യു ക്യാൻ സേ ദാറ്റ് യു ആർ പ്രിഫറിങ് എ ടു ബി, ബി ടു സി, സോ ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് യു പ്രിഫർ എ ടു സി. Okay, you can say that, but you cannot say that you are indifference between A, B and C. All the three are equally good. That situation is not there in the case of RPT, but that situation can be there in the case of indifference curve approach. So there is no indifference under RPT. So that is the main difference between indifference curve approach and the revealed preference theory of Samuelson. And given these features, the RPT is regarded as a scientific approach to consumer demand. ഇപ്പോൾ മൂന്നാമത് വന്ന ആളാണല്ലോ, ആദ്യം വന്ന രണ്ടിൻ്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാനുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഈസ് മോർ സയൻറ്റിഫിക്. സോ അതർ തിയറീസ് ഓൾസോ ആർ lot of scientific, there is a lot of scientificity is there, but still this theory is more scientific compared to the previous two versions, compared to the psychological explanation provided by Hickson approach under indifference curve. Okay, now following are the main assumptions of Samuelson model. നമ്മൾ കാണുക എന്താണ് ഇവർ കൊണ്ടുവന്ന അസംഷൻസ്. ഒരു മോഡൽ വർക്കൗട്ട് ചെയ്യണം, ഒരു തിയറി വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇവർ എന്താണ് അസംഷൻസ് കൊണ്ടുവന്നത്. ഓക്കെ, അതിലൊന്ന്, ദ കൺസ്യൂമർ ടേസ്റ്റ് preference doesn't change. Consumer taste, not preference, it doesn't change, over a long time. If you prefer apple to orange, you assume that your taste of what we can say going for apple compared to orange remains the same over a period of time. Okay, അപ്പോൾ അത് റിവേഴ്സ് ചെയ്യുന്നില്ല. നമ്മൾ ആപ്പിൾ ഇഷ്ടപ്പെടുന്ന ഓറഞ്ചിനേക്കാളും നമ്മളത് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യുന്നില്ല. ഓക്കെ, നൗ സെക്കൻഡ് വൺ, his choice. Whose choice? The consumer choice. For a combination of reveals his preference for that. അപ്പോൾ ഒരു കോമ്പിനേഷൻ അദ്ദേഹത്തിന് പറയാം, നമ്മൾ എ ബി സി നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ എ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസിനെ, ഈ എ എന്ന് പറഞ്ഞ കോമ്പിനേഷനെ പ്രിഫറൻസിനെ വെളിവാക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ദെൻ ദി കൺസ്യൂമർ ചൂസ് ഓൺലി വൺ കോമ്പിനേഷൻ അറ്റ് എ ഗിവൺ പ്രൈസ് ലൈൻ. അപ്പോൾ ഇതാണ് പ്രൈസ് ലൈൻ, ഇവർക്കിതാണ് പ്രൈസ് ലൈൻ. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇവിടെ എന്താണ്, ബി സി എ ഡി എന്ന് പറഞ്ഞാൽ 5 പോയിൻ്റ് ഉണ്ടെങ്കിൽ പോലും കൺസ്യൂമർ എ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ what we can say, he prefer only A. He avoids or abandons all other points on the same budget line. Even if some comes inside that, suppose that there is a point F here, there is a point H here,
the consumer prefer A compared to B, C, D, E, F and H. So there is only one point of preference for the consumer, and that is why we call it as strong ordering. എന്താണ് strong ordering? This means that any change in the relative prices, okay, will always lead to some change in the ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ നോക്കാം. The consumer chooses only one combination given price line, okay, or the price income line, this means that any change in the relative price will always lead to some change in what he purchases. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ പറയുക, ഇവിടെയാണ് എ പ്രിഫർ ചെയ്യുന്നത്, പക്ഷേ ഇങ്ങോട്ട് മാറുവാണെങ്കിൽ ചേഞ്ചസ് വരാം. ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ ഇൻകം ലൈൻ ഇങ്ങോട്ട് മാറുവാണെങ്കിൽ he may be preferring some other combination. That depends upon his own behavior, so we are not going to discuss it. Which point sometimes he may be preferring point P here, so but for the time being you understand that on a given budget line the consumer prefers only one point. In some other budget line he may be preferring some other points. That is understandable and logical. Okay, now fourth feature, he prefers a combination of more goods less in any situation. നമ്മളൊരു സാധാരണ വ്യക്തിയെ പോലെ നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ് നമുക്കിഷ്ടം, ശരിയല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം. ഇവിടെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഈ കൺസ്യൂമറിൻ്റെ ഇൻകം കാണിക്കുന്നതാണ് പി എൽ എന്ന് പറഞ്ഞാൽ ഇൻകം ലൈൻ, പി എൽ കേട്ടോ. ഇവിടെ പോയിൻ്റ് എ ആണ്. നമുക്ക് പറയുകയാണെങ്കിൽ ഈ പോയിൻ്റ് സി എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത്രയും ഗുഡ് എവിടെ കിട്ടുള്ളൂ, ഇത്രയും ഗുഡ് കിട്ടുള്ളൂ. ഇവിടെയാണെങ്കിൽ ഇത്രയും മാത്രം എന്ത് കിട്ടുന്നുണ്ട്, ഗുഡ് വൈ കിട്ടുന്നുണ്ട്. ഇത്രയും മാത്രം ഗുഡ് എക്സ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇത്രയും വൈ കിട്ടുന്നുള്ളൂ, വൈ 1. ഇത്ര എക്സ് ഉണ്ടല്ലോ, എക്സ് 1. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റ് പ്രിഫറബിൾ ആണ്. ബിക്കോസ് ആസ് എ റാഷണൽ കൺസ്യൂമർ, the consumer we are talking about right now here, as well as you and me, every person prefer more commodities rather than what we can say less commodities. Okay, so every consumer is rational in the sense that the consumer prefer more commodities compared to less commodities. Okay, so understand that point. This is very logical. Then the consumer choice based on strong ordering, that we already covered. It assumes consistency of consumer behavior. If A is preferred to B in one situation, B cannot be preferred to A in another situation. മനസ്സിലായല്ലോ. ഇപ്പം എ പ്രിഫർ ചെയ്തു, ഇച്ചിടെ കഴിയുമ്പോൾ എനിക്ക് ബി മതി എന്ന് ആരും പറയാമല്ലോ. ദിസ് ഈസ് ദ 2-time consistency according to Hicks, which must satisfy 2 conditions on a straight line curve. Okay, then that means here it is A, here it is B. Okay, if A is left to B, നമുക്ക് B must be right of A. നമുക്ക് അത് ഇച്ചിരി മാറ്റി എഴുതാം കേട്ടോ. നമുക്കൊന്ന് ലെഫ്റ്റ് അല്ലല്ലോ, എ ലെഫ്റ്റ് അല്ലല്ലോ, ഞാൻ പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുമ്പോഴത്തേക്ക് സംഭവം ഓക്കെ ആയിരിക്കും. ഇതാണ് എ, ഇതാണ് ബി. ഇഫ് എ ഈസ് ലെഫ്റ്റ് ഓഫ് ബി, ബി മസ്റ്റ് ബി റൈറ്റ് ഓഫ് എ. ശരിയല്ലേ? ആ പോയിൻ്റ് എന്താണെന്ന് അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിൻ്റ് മാറുകയെന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതൊരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റാണ്. നിങ്ങൾ ഒരു പക്ഷേ കേട്ട് ഇതെന്നെ റിഡിക്കുലസ് ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞത്, എയുടെ ബിയുടെ ലെഫ്റ്റാണ് എങ്കിൽ എയുടെ റൈറ്റ് ആയിരിക്കും ബി. അങ്ങനെ ആയിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അപ്പം പോയിന്റുകൾ മാറിക്കഴിഞ്ഞാൽ ഡയഗ്രത്തിൽ വ്യത്യാസം വരും, പിന്നെ തിയറിക്കും വ്യത്യാസം വരും. അതുകൊണ്ട് ഇവർ പറഞ്ഞേക്കുന്ന ഒരു കണ്ടീഷൻ, ഇഫ് എ ഈസ് ലെഫ്റ്റ് ഓഫ് ബി ദെൻ ബി മസ്റ്റ് ബി റൈറ്റ് ഓഫ് എ. ശരിയല്ലേ? റൈറ്റ് ഓഫ് ബി മസ്റ്റ് ബി റൈറ്റ് ഓഫ് എ. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, സോ തിരിച്ചുള്ള സിറ്റുവേഷനാണ് ഇങ്ങനെ വച്ചേക്കുന്നത്. ഏതാണ് ഇവിടെ നമ്മൾ ബിയും ഇവിടെ നമ്മൾ എയും, ഇവിടെ നമ്മൾ അല്ല മാറിപ്പോയി പറയാൻ കാണിക്കാം. ഇവിടെ നമ്മൾ എ രേഖപ്പെടുത്തുക, ഇവിടെ നമ്മൾ ബി രേഖപ്പെടുത്തുക. അപ്പോൾ ആ കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോരുത്. കണ്ടീഷൻ ഇതാണ്, നിങ്ങളൊരു പോയിന്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇച്ചോടെ കഴിയുമ്പോൾ എ ഇങ്ങോട്ട് വരുന്ന അവസ്ഥ വരരുത്. ഡയഗ്രമാറ്റിക്കലി ആ കൺസിസ്റ്റൻസി അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദി അസംപ്ഷൻ ഓഫ് ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റിവിറ്റി നമ്മൾ ഒരു പ്രാവശ്യം ഇൻഡിഫറൻസ് കാർവൊക്കെ വെച്ചപ്പോൾ നമ്മൾ കണ്ടാൽ എന്താണ് ട്രാൻസിറ്റിവിറ്റി. ലെറ്റ് മി ഡിലീറ്റ് ദാറ്റ് ഫസ്റ്റ്. ഓക്കെ, ദെൻ നൗ കമ്മിങ് ബാക്ക് ടു ദി കണ്ടന്റ്. ഓക്കെ, what is transitivity? It says that if there are 3 combinations, you must be consistent. Okay, consistent between 3 combinations. Suppose that if you prefer A compared to B and you prefer B to C, it is understandable that you prefer A to C. ഓക്കെ, നമുക്ക് ബിയേക്കാളും ഇഷ്ടം എ ആണ്, സിയേക്കാളും ഇഷ്ടം ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിയേക്കാളും ഇഷ്ടം എന്തായിരിക്കും? എ തന്നെയായിരിക്കും. ശരിയല്ലേ? കാരണം സി ബിയേക്കാളും മോശമാണ്, അല്ലെങ്കിൽ ബി സിയേക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്നു, ബിയേക്കാളും എ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ
സിയേക്കാളും നമ്മളെ ഇഷ്ടപ്പെടുന്നത്. ദിസ് ഈസ് കോൾഡ് ട്രാൻസിറ്റിവിറ്റി. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സില്ലിയാണ്, അതല്ലെങ്കിൽ ഇത്ര സിമ്പിളായിട്ടുള്ള സാധനം ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു മോഡലിൻ്റെ സക്സസ്സിന് ഇങ്ങനെയുള്ള ചെറിയ അസംഷൻസ് വരെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞില്ലണ്ടല്ലോ. വേറൊരാൾ മോഡൽ ഉണ്ടാക്കി ഇതിൻ്റെ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് തെളിയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എലാബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രാൻസിറ്റിവിറ്റി എന്നുള്ള പോയിന്റ് പിടിയിട്ടില്ല. ദിസ് അസംഷൻ നെസസറി ഫോർ ദി റിവീൽഡ് preference theory if the consumer is to make a consistent choice from given alternative situation like A, B, C, D, like that it may go, sorry. ഓക്കെ, പിടികിട്ടില്ലോ. നമുക്ക് എട്ടാമത്തെ ഫീച്ചർ, ഇൻകം എലാസ്റ്റിസിറ്റി. ഡിമാൻഡ് മണി ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞല്ലോ. മോർ കമ്മോഡിറ്റീസ് ഡിമാൻഡ് വെൻ യുവർ ഇൻകം ഇൻക്രീസസ്, ലെസ് വെൻ ഇൻകം ഫാൾസ്. അപ്പോൾ നമ്മൾ ഇൻകം എലാസ്റ്റിസിറ്റി നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ പരിഗണിച്ചിട്ടില്ലേ? ഇല്ലേ? ഏതാണ് ഇൻഫീരിയർ ഗുഡ്. ആ കേസ് തൽക്കാലം നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുക ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് ഈസ് പോസിറ്റീവ്. ദാറ്റ് മീൻസ് വെൻ യുവർ ഇൻകം ഈസ് ഗോയിങ് അപ്പ് യു വിൽ demand more of the commodity. Demand for X, that also will go up. One go up, other go up. When income comes down, the demand comes down. So there is always a positive relation that moves what we can say in the same direction. That is the what we can say significance of being positive. Okay, പിടികിട്ടില്ലോ? ഇത് നമുക്ക് എട്ടാമത്തെ നമുക്ക് പിടികിട്ടില്ലോ? നോ പ്രോബ്ലം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ എല്ലാവരും? ഒക്കെ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്. അത് നമുക്കറിയാലോ. അപ്പോൾ ഈ ക്ലാസ് നമുക്കിപ്പം നിങ്ങൾക്ക് കേൾക്കാൻ അല്ല നിങ്ങൾക്ക് വിട്ടാവുമെന്നെങ്കിലും കിട്ടുന്നെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലമായി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ചാർജ് പറഞ്ഞാലും ഡാറ്റ പറഞ്ഞാലും ഇത് യൂട്യൂബിലുണ്ട്, അവിടെയെങ്കിലും നിങ്ങളത് കാണണം. അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് അസൈൻമെൻറ്റ് ചെയ്യാൻ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന അതിൻ്റെ ബുദ്ധിമുട്ട് കേൾക്കുന്നവർക്ക് മാത്രമല്ല എടുക്കുന്നവർക്ക് നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പഴയ കാലത്തൊക്കെ എന്താണ് നിങ്ങളെ നോക്കി വഴക്ക് പറഞ്ഞും അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റ് ചെയ്തും ഒക്കെ പഠിപ്പിച്ച കാലം പോയി. ഇപ്പം നമ്മളിങ്ങനെ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ എന്നെ കാണുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അങ്ങ് മാറി നിൽക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ അവസരം എടുത്ത് എന്താ സംഭവിക്കുന്നത് അറിയോ? നമുക്ക് പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റു പോകും. അവിടെ നിർബന്ധമായിട്ട് നിങ്ങളത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിലില്ലെങ്കിൽ പോലും എന്താണ് നിങ്ങൾ നിർബന്ധമായിട്ടും യൂട്യൂബിൽ ഇട്ടേക്കുന്ന ഈ വീഡിയോ കണ്ടെങ്കിലും പഠിക്കണം. നോട്ടും അവിടെ ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, സോ അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഐ നോ how students are attending online classes. There are a lot of excuses to be what we can say to be an absentee from an online class. Understandably. Okay, now we are going to see what is strong ordering, which we already saw during the last class. The RPT follows strong ordering in contrast to the indifference curve, which where there is weak ordering. Sorry, strong ordering is a preference strategy. Okay, what is that? It is a preference strategy. Okay, it is a to the consumer towards goods that is going to consume. Okay, so the consumer either prefer or not prefer one commodity. Strong ordering implies that where there can be only the relation of preference, there is no preference, there is no indifference. Okay, if he is preferring A to B, B is preferred to, or B is preferred to A, the possibility consumers indifference between A and B and ruled out. Okay, sometimes he may be preferring A to B, sometimes he is preferring B to A, but he remains indifferent between two commodities, is ruled out under RPT, revealed preference. But it is there in the case of indifference curve. Now, preference hypothesis and strong ordering. Samuelson's RPT as preference hypothesis as the basis of his theory. According to his preference hypothesis, when a consumer is observed to choose a combination A out of various alternative combinations open to him, then he reveals his preference A over all other combinations. Okay, this means that all other combinations other than A are inferior to A. Okay, so this is the income line, this is your point A. Okay, you would like to get this particular combination, golden combination of commodity Y, commodity X, and all other combinations including B, C, or like E, so or D here, all such combinations are inferior to point A. Okay, we discussed it
tremendously during the last class. The individual rejects all other combinations while choosing, hence there is no indifference, rather only preference under revealed preference hypothesis. Here a major feature of RPT is there is strong ordering for a particular combination. Okay, thus for summers and choice shows preference. Okay, that means if person chooses a combination, choose choice combination A, it is his preference. Now graphically, every economic theory, especially microeconomic theories, should be explained by using a diagram. So whenever I am going to discuss, or some other teacher is going to discuss a microeconomic theory, you will look or worry, or what we can say, surprisingly test whether there is whether it's a diagram. Why the diagram is not coming like that, So here it is the diagram. Let us take two commodities X and Y, like in other case of, like in the case of indifference car or some other common topic like utility theory. For selection of combination of two goods, the consumer has a price or pricing line. Okay, what is this line? We call it as pricing line. പരീക്ഷയ്ക്ക് ഇതെന്നെ അങ്ങ് തപ്പിപ്പിടിച്ച് അവിടെ ഇരിക്കരുത്. ഇതിൻ്റെ പേര് പ്രൈസിംഗ് ലൈൻ കേട്ടോ. ബഡ്ജറ്റ് ലൈൻ നമ്മൾ പഠിച്ചിട്ടില്ല, അതുപോലെ പ്രൈസിംഗ് ലൈനാണ്. പക്ഷേ ഇത് ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെ ഇരിക്കുമല്ല, ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു ഉപയോഗമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത്. Implication of the price income line is that the consumer can choose any combination of the two goods lying within or triangle OPL. OPL എന്ത്? OPL ഇല്ലല്ലേ? ഓക്കെ, ദിസ് ഈസ് O, ദിസ് ഈസ് P, ദിസ് ഈസ് L. ഒന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യാൻ എന്ത് സംഭവിക്കും? നമുക്ക് ഇത്ര ഇൻകം ഉണ്ട്, പക്ഷേ നമ്മൾ അതും വേണ്ട ഇതും വേണ്ട, എക്സും വേണ്ട വൈ വേണ്ട. ഇവിടെയാണെങ്കിലോ നമുക്ക് എക്സ് മാത്രം മതി, വൈ വേണ്ട, വൈ 0. ഇവിടെ മാത്രമാണെങ്കിലോ എസ് 0, വൈ ഫുള്ളായിട്ട് നമ്മൾ വൈ മേടിക്കും. ഇവിടെയാണെങ്കിലോ ON എമൗണ്ട് ഓഫ് എക്സ്, വൈ നമ്മൾ മേടിച്ചു, OM എമൗണ്ട് ഓഫ് എക്സ് നമ്മൾ മേടിച്ചു. ഇതൊക്കെ സിമ്പിൾ ഡയഗ്രാം, ഞാൻ പറഞ്ഞു തന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി സിയിലേക്കും ബിയിലേക്കും ഒന്നും പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ പോയിൻറ്റുകളും കൂടെ അടയാളപ്പെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു റെലവൻസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് തീയറി കാണാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യാൻ നോക്കുക. ഡയഗ്രത്തിൻ്റെ മുകളിൽ കണ്ടവാനം വരച്ചാലേ നിങ്ങൾക്ക് പിന്നെ അത് ഭയങ്കര പാടായിരിക്കും. മൊബൈലിൻ്റെ സ്ക്രീൻ ഭയങ്കര ചെറുതല്ലേ, ഡിലീറ്റ് ചെയ്യാൻ നോക്കിയാൽ രക്ഷയില്ല. അന്നേരത്തേക്കും ഡയഗ്രത്തിൻ്റെ കൺട്രോളാണ് വരുന്നത്. ഡിലീറ്റ് ചെയ്തു, റീഡ് മോഡ്. അപ്പോൾ നമ്മൾ കുറേ പോയിൻറ്റിലൂടെ കാണുവാണേ, നമുക്ക് സംശയമൊന്നുമില്ല. ABC എല്ലാം കൂടെ ABC എല്ലാം ഈ ലൈനിൽ തന്നെ കിടക്കണം അല്ലേ. GEDG എല്ലാം അതിൻ്റെ അകത്തായിപ്പോയി. അപ്പോൾ ഇത് കുഴപ്പമില്ല അല്ലേ, പക്ഷേ കുറച്ച് കമ്മോട്ടേ ഉള്ളൂ, നമുക്കത് വേണ്ട. സോ എനി ലൈൻ വിത്തിൻ ദിസ് ഇൻകം ലൈനോ എനി പോയിൻറ്റ് വിത്തിൻ ദിസ് ഇൻകം ലൈൻ, എവറി പോയിൻറ്റ് ഷോസ് എ ഗിവൺ കോമ്പിനേഷൻ ഓഫ് ബോത്ത് കമ്മോഡിറ്റീസ്. സെക്കൻഡേ. സോ ഗിവൺ കോമ്പിനേഷൻ നമുക്ക് ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഈ ഇൻകം ലൈൻ വെച്ച് നമുക്ക് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട പോയിൻ്റ് ഇതാണ്. അവിടെ നമുക്ക് ഇവിടെ ഉണ്ടോ, ഇവിടെ കണ്ടോ, നമുക്ക് മാക്സിമം ഈ ഇൻകം വെച്ച് നമുക്ക് മേടിക്കാവുന്ന മാക്സിമം കോമ്പിനേഷൻസ് ഓഫ് ദി ടു കമ്മോഡിറ്റീസ് നമ്മൾ CBA നമുക്ക് കാണിച്ചിരുന്നു. അതുകൊണ്ട് നമ്മളിത് പ്രിഫർ ചെയ്യുക. അതിൽ നമ്മൾ A ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അകത്തുള്ള പോയിൻ്റ് എല്ലാം ഇൻഫീരിയർ പോയിൻറ്റ്സാണ്, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല. DF D എന്ത് DF അല്ല, ഇവിടെ G കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഒരു G ഒക്കെ കേട്ടോ, ആർ അവൈലബിൾ ഫോർ ദി കൺസ്യൂമർ. അപ്പോൾ അതിൻ്റെ അകത്തായി അതും കൂടെ ഉണ്ട്. പക്ഷേ നമ്മളത് മേടിക്കില്ല, നമ്മൾ മേടിക്കുന്നത് ABC ആയിരിക്കും. ABC നമ്മൾ A പ്രിഫർ ചെയ്തു. ഓക്കെ, ദർ ഇസ് നോ ഇൻഡിഫറൻസ്, ദാറ്റ്സ് ദ സ്റ്റോറി. സോ ദി കൺസ്യൂമർ in the given diagram prefer combination A. This means that he rejects all other combinations on the PL and choose within the triangle. Okay, and those which are within the triangle. Here his preference is very clear, and there is strong order. Okay. At this point, X consumer gets Y's how much Y quantities good Y and Y good X. Strong ordering നമ്മൾ പറഞ്ഞു. Thus under strong ordering, relation of indifference വേരിയസ് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻ ഇസ് റൂൾഡ് ഔട്ട്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റ് ഇൻഡിഫറൻസ് നമ്മൾ RPT കുറിച്ച് ഏകദേശം നമ്മൾ കണ്ടു. പിന്നെ അതിൻ്റെ ഒരു ക്രിറ്റിസിസം ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ് ഞാൻ എടുത്ത് നമുക്ക് തരാം, സെപ്പറേറ്റ് ആയിട്ട് തരാം. ഓക്കെ, ദെൻ വി ആർ കമ്മിങ് ടു എ ഫാമിലിയർ ടോപ്പിക്, മച്ച് ഫാമിലിയർ ടോപ്പിക്, ദാറ്റ് ഈസ് കോൾഡ് കൺസ്യൂമർ സർപ്ലസ്. ഈ കൺസ്യൂമർ സർപ്ലസ് എന്താണ്? ഇത് നിങ്ങൾക്ക് തന്നെ ഒരു അസൈൻമെൻ്റ് ആയിട്ട് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. നിങ്ങളൊരു അസൈൻമെൻറ്റ്, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് പഠിച്ച കാര്യങ്ങൾ പഠിച്ചോന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമ്മൾ +2 പഠിച്ചതാണ്. ഇനി +2 പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എന്താണോ കിട്ടാൻ ആഗ്രഹിച്ചത് അതിനേക്കാളും കൂടുതൽ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് കമ്മോഡിറ്റി മേടിച്ചപ്പോൾ കിട്ടി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി മേടിച്ചപ്പോൾ കിട്ടി. അതിനെ നമ്മൾ കൺസ്യൂമർ സർപ്ലസ് ചുമ്മാ ഒരു ലേമൻ ലാംഗ്വേജ് പറയുന്നത്. പക്ഷെ നമ്മൾ ഡിഫൈൻ ചെയ്ത് പഠിക്കണം, അതാണല്ലോ. എങ്ങനെ നോക്കാം. കൺസ്യൂമർ സർപ്ലസ് മീൻസ് എക്സ്ട്രാ യൂട്ടിലിറ്റി, ഇത് വാക്കതാണ്.
extra utility. Or satisfaction, you can describe it as satisfaction as well instead of what? Extra satisfaction. Extra utility or extra satisfaction which a consumer obtains from the consumption of a certain amount of commodity over and above the utility of market price. ഞാൻ അപ്പം 50 രൂപയുടെ മാങ്ങ മേടിച്ചു. എന്ത് മേടിച്ചു? മാങ്ങ മേടിച്ചു. അങ്ങനെ മേടിച്ചപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചതറിയോ? എനിക്ക് ഒരു 80 രൂപയുടെ മാങ്ങ മേടിച്ചതുപോലുള്ളൊരു ശരിക്കും ഈ മാങ്ങയ്ക്ക് ഞാൻ 80 രൂപ കൊടുക്കേണ്ടതായിരുന്നു. 50 രൂപ കൊടുത്തുള്ളൂ. അപ്പോൾ എനിക്ക് 30 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇതാണ് കൺസ്യൂമർ സർപ്ലസ്. എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ കിട്ടി അല്ലെങ്കിൽ എക്സ്ട്രാ യൂട്ടിലിറ്റി കിട്ടി. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കൺസ്യൂമർ സർപ്ലസ്. മനസ്സിലായല്ലോ? സോ ഇങ്ങനെയാണ് നമ്മൾ കൺസ്യൂമർ സർപ്ലസിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാകുന്നത്. ഡെഫിനിഷനൊക്കെ വഴിയേ വരും. ഓക്കെ, ദെൻ വാട്ട് ഈസ് കൺസ്യൂമർ സർപ്ലസ്? കൺസ്യൂമർ സർപ്ലസ്, വാട്ട് ദ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ ആൻഡ് വി ആക്ച്വലി പേസ്. അദ്ദേഹം 80 രൂപ കൊടുക്കാൻ ആഗ്രഹിച്ചു, കൊടുക്കുമെന്നൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അയാൾക്ക് 50 രൂപ കൊടുക്കേണ്ടി വന്നുള്ളൂ. സോ ഹി ഗോട്ട് 30 as consumer surplus. This is called consumer surplus. Okay, very simple. Consumer surplus says that the people get more utility from the consumption of the commodities over the payment they make. Greater the money the consumer is ready to pay for a commodity, higher will be the consumer surplus. അപ്പോൾ അയാൾ 150 രൂപ കൊടുക്കാൻ തയ്യാറായിരുന്നു, 180 രൂപ കൊടുക്കാൻ തയ്യാറായിരുന്നു, 50 രൂപ കൊടുത്തുള്ളൂ. അപ്പോൾ എത്ര രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടി? അഡീഷൻ കിട്ടി, 130 രൂപ കിട്ടി. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് greater the amount of money he was willing to pay. How much surplus they get compared to the price is very important in the analysis of consumer demand. Okay, ഇനി നമ്മൾ നിങ്ങൾ പ്ലസ് ടു പഠിച്ച ഒരു ടേബിൾ അങ്ങ് പറഞ്ഞേക്കുക. ടേബിളിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇവിടെ ഉണ്ട്. മാർഷൽ ട്രൈ ടു മെഷർ മോണിറ്ററി വാല്യൂ ഓഫ് കൺസ്യൂമർ സർപ്ലസ്. ഹി മെഷർഡ് യൂട്ടിലിറ്റി ഇൻ മണി ടേംസ്. അപ്പം മാർഷലിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. മാർഷലിൻ്റെ കൺസ്യൂമർ സർപ്ലസിൻ്റെ ഡെഫിനിഷനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അടുത്ത നോട്ടിൽ ഈ കൺസ്യൂമർ സർപ്ലസിൻ്റെ വേറൊരു അപ്രോച്ചും കൂടെ ഉണ്ട്. അതും കൂടെ പറയുമ്പോൾ മാർഷലിൻ്റെ ഡെഫിനിഷൻ ഞാൻ ആഡ് ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. 20 യൂട്ടിലിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ അയാൾ കൊടുത്ത 12 രൂപ കൊടുത്തത്. 20 രൂപയുടെ യൂട്ടിലിറ്റി കിട്ടി, 12 രൂപ കൊടുത്തുള്ളൂ, 8 രൂപയുടെ കൺസ്യൂമർ സർപ്ലസ് കിട്ടി. അല്ലേ? നമ്മളിവിടെ രൂപയായിട്ട് രേഖപ്പെടുത്താം. ഈ ഒരു യൂട്ടിലിറ്റി 1 രൂപയ്ക്ക് നമുക്ക് രേഖപ്പെടുത്തുകയാണെങ്കിൽ 12 രൂപ അയാൾ കൊടുത്തു, 20 രൂപയുടെ യൂട്ടിലിറ്റി ആക്കി കിട്ടി, 8 രൂപയുടെ കൺസ്യൂമർ സർപ്ലസ് കിട്ടി, 8 യൂട്ടിലിറ്റി. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 12, 18, 6, 12, 16, 4, 12, 14 ഇവിടെ വരുമ്പോഴത്തേക്ക് അയാൾ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അത്രയും സാറ്റിസ്ഫാക്ഷൻ മാത്രമേ അയാൾക്ക് ഈ 4ാമത്തെ യൂണിറ്റ് 5ാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യാൻ കിട്ടുള്ളൂ. സോ കൺസ്യൂമർ സർപ്ലസ് ബിക്കം 0. ഓക്കെ, ഇത് നമ്മളിനി ഒരു ഡയഗ്രത്തിലേക്ക് വിടുക. ഈ ഡയഗ്രത്തിൽ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മളുണ്ടല്ലോ, ഇയാൾ ON ആണ് ശരിക്കും പറയുകയാണെങ്കിൽ പ്രൈസ് കൊടുത്തത്, OM ആണ് അയാളുടെ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്തത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അയാൾ ഇത്രയും പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷേ ഇത്ര അയാൾക്ക് എക്സ്ട്രാ കിട്ടി. സോ DNS എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസ്യൂമർ സർപ്ലസ് ആയിരിക്കും. ഓക്കെ, സോ DNS ഇൻഡിക്കേറ്റ് വാട്ട്? വി ക്യാൻ സേ ദ ട്രയാങ്കിൾ DNS or NSD, whatever it may be. It shows the amount of consumer surplus. Okay, total utility obtained is what we can say, or total utility obtained is OMSN or OMSD. Sorry, OMSN. ഇതാണ് അയാൾ കൊടുത്ത കോസ്റ്റ്. മനസ്സിലായാലോ? അയാൾ കൊടുത്ത കോസ്റ്റാണ്. മനസ്സിലായാലോ? OMSN ഈസ് ദ കോസ്റ്റ്. OMSN നോക്കി, OMSN ഇതാണ് അയാൾ കൊടുത്ത കോസ്റ്റ്. ഇനി അയാൾക്ക് എത്രമാത്രം അതിന് ബെനിഫിറ്റ് കിട്ടി, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി, OMSD. അപ്പോൾ നമുക്ക് ടോട്ടൽ അയാൾക്ക് കിട്ടിയത് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ, അയാൾ കൊടുത്ത പൈസ ഇത്രയും. അപ്പോൾ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺസ്യൂമർ സർപ്ലസ് ആയിരിക്കും. ഇതേ നമുക്ക് ഈ ഒരു ഡയഗ്രാം വെച്ച് പറയാനുള്ളൂ. സോ കൺസ്യൂമർ സർപ്ലസ് ഇസ് ദ യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ദ കൺസ്യൂമർ ഗോട്ട്സ് എബോവ് ദി കോസ്റ്റ് ഹി ഹാസ് ഗിവൺ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് കൺസ്യൂമർ സർപ്ലസ്. ഇത് നിങ്ങൾ പഠിച്ച് എഴുതണം. നമുക്കതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മളത് കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, ഇൻക്ലൂഡിങ് മാർഷൽസ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ. ഇവിടെ ഞാൻ ഡെഫിനിഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് ആഡ് ചെയ്ത് തരാം കേട്ടോ, നോട്ടിൽ ആഡ് ചെയ്ത് തരാം. So that is all about today's class. Be happy, have this lunch, and I think that you should do the assignments. അത് ഞാൻ അവിടെ ഇട്ടോളാം കേട്ടോ. അപ്പോൾ ശരി എന്നേ. ഓക്കെ, അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു, ബൈ. ഓക്കെ, വെൽക്കം.